എന്റെ മോള് സുലോചനെ പ്രശാന്തിന് കല്യാണം ആലോചിച്ചല്ലേ? 30 പവന്റെ ആഭരണങ്ങളും 50,000 രൂപയും രൊക്കം തരാമെന്ന് പറഞ്ഞതല്ലേ? അവന്റെ ഇഷ്ടക്കേട് കൊണ്ട് അവൻ വേണ്ടെന്ന് വെച്ചു. അത് പിന്നെ സുലോചനയുടെ രണ്ടാം കെട്ടായതുകൊണ്ടാ ചാന്തൻ ഇഷ്ടപ്പെടാതിരുന്നത്. ചാന്തേട്ടൻ ഇങ്ങനെ തന്നെ വേണം. വലിയ സുന്ദരിപ്പെടിനെ അന്വേഷിച്ച് പോയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ആ പിഴച്ചവൾ ഒരുത്തി കാരണമാ എന്റെ പ്രസാദമോ നാട് വിട്ടു പോയത്. എന്റെ മക്കളെ തമ്മിൽ തെല്ലിച്ച് അവക്ക് ഗതി പിടിക്കില്ല. ഇനി അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ശാന്തൻ എങ്ങനെയാ അവളോട്? നിവർത്തിയില്ലാത്തത് കൊണ്ട് സഹിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും പിന്നെ എന്തിനാ അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഉപേക്ഷിക്കാൻ മേലായിരുന്നോ? അതെങ്ങനെയാ സരോജിനി? അവള് കൊണ്ടുവന്ന് പൊന്നും പണ്ടും ഒക്കെ എടുത്തു പോയില്ലേ? അതെന്താന്ന് വെച്ചാൽ അങ്ങ് തിരിച്ചു കൊടുത്താ പോരെ? 30 പവന്റെ ആഭരണങ്ങളും 80,000 രൂപയും ഇപ്പോഴും ഇവളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. പ്രശാന്തന്റെ കാര്യം പറഞ്ഞാ ഇപ്പോഴും എന്റെ മോക്ക് 100 നാവാ. ചേച്ചി മനസ്സ് വെച്ചാ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതെങ്ങനെയാ സരോജിനി? ഇപ്പോ വേണോന്ന് വിചാരിച്ചാ ഇപ്പോഴും നടക്കും. വിദ്യ പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടാ. എടി പെണ്ണെ, വയറ്റിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരിടത്ത് തന്നെ കുത്തിയിരിക്കരുത്. കാലും കൈയും ഒക്കെ ഒന്ന് അനങ്ങട്ടിടി. നീ അങ്ങോട്ട് ഇറങ്ങി നിന്നാ തുണിയൊക്കെ ഒന്ന് ഒലച്ചെടുത്തേ. വെയിലിപ്പോ അങ്ങ് പോകും. ആ, കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി നിക്കേ. മക്കള് വല്ലതും കഴിച്ചോടി? വയറ്റുള്ളപ്പം വയറ് നിറച്ചു വല്ലതും കഴിക്കണം. മക്കളെ, ആ അഴുക്ക് വെള്ളത്തിൽ കഴുകാതെ അങ്ങോട്ട് ഇറങ്ങി നിന്നാ നല്ല വെള്ളത്തിൽ ഒലച്ചെടുക്ക്. ആ, അമ്മ പിടിച്ചേരാം. പതുക്കെ. ഓ, എന്താ പേടിക്കാനാ? അമ്മയല്ലേ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ, അങ്ങനെ. മക്കൾ ഓരോ തുണിയും എടുത്തേ. ആ, അമ്മ ഓരോന്നെടുത്ത് അങ്ങോട്ട് ഇട്ട് തരാം. മക്കൾ ഒലച്ചെടുക്ക്. ദാ, ഇത് നല്ലപോലെ ഒന്ന് ഒലച്ചെടുത്തേ. ഒന്നും പേടിക്കണ്ടെന്നേ. അമ്മ പിടിച്ചേരാ. മോൾ അതിങ്ങ് എടുത്തേ. ആ, നോക്ക് നിക്കാതെ. തുണിയാൻ കൊഴിയിൽ പോവും. അവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ. ഞാൻ പിടിച്ചേരാ. അതിങ്ങ് എത്തിയാ എടുത്തോ. ആഹാ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ആ, എടുത്തോ ഇങ്ങ. അങ്ങനെ. എന്താ ഉണ്ടായത്? കാല് വഴുതി വീണത്. എന്തിനാ ഈ പുഴയിലേക്ക് കുളിക്കാൻ പോണേ? തന്റെ ബോഡി വളരെ വീക്കാ. വളരെ സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ണടച്ച് കിടന്നോളൂ. എന്റെ ഈശ്വര, എന്റെ മോക്ക് എന്തു പറ്റിയാവോ? ഒന്നുമില്ലാതെ അവളിങ്ങനെ ഒരു എഴുത്തെഴുതില്ലല്ലോ. 7-ാം മാസം കൂട്ടിക്കൊണ്ടുവരാനോ പറ്റിയില്ല. ഒന്ന് പോയി കാണുകയെങ്കിലും വേണ്ടേ? എന്നിട്ട് വേണം ആ തള്ളയുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും കേൾക്കാൻ. തെറ്റ് നമ്മുടേതല്ലേ? അത് അവരറിയേണ്ട കാര്യമുണ്ടോ? എന്താ അമ്മ ഇത്? എന്തിനു വേണത്? വല്ല ആശുപത്രിയിലും കൊണ്ടുവന്ന് നോക്ക്. ഈ നിലവിളിയും കുന്തമൊന്നും കേട്ട് നീ പേടിക്കണ്ട. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? മനുഷ്യന് സ്വയം തരത്തില്ലെന്ന് വെച്ചാ എന്ത് ബഹളാ കൊച്ചെയ്ത്? ഞാൻ മാത്രം വിചാരിച്ചോണ്ട് കാര്യമല്ലോ കൊച്ചെ. നല്ലോണം ദൈവത്തിന് വിളി. അത്തം നക്ഷത്രത്തിന് 4 നാഴികൂടിയുണ്ട്. അതെ, വേദന തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ താമസമുണ്ട്.
കുറച്ചല്ല നല്ലപോലെ താമസിച്ചോട്ടെ. അത്തം നക്ഷത്രത്തിനെ തന്തക്കാലുണ്ട്. എന്തിനാടി എണ്ണം കെട്ടവളെ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് ഇടുന്നില്ലേ? അത് ചേച്ചി ചത്തമില്ലേന്ന് അറിയാനായിരിക്കും. ചാവുമ്പോഴേ ആളെ പറഞ്ഞു വിടാ. അങ്ങനെ തോന്നിയതുകൊണ്ട് അറിയിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്തിയത്. അയ്യണ എന്തൊരു നാക്ക്! അതിനൊരു കുറവില്ല. നില്ലടി അവിടെ. അങ്ങോട്ട് മാറുന്നോടെ. അയ്യോ ചേച്ചി 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 ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണമെന്നേ ഞങ്ങള് തീരുമാനിച്ചോളാം. നീ വേഗം ഒരു വണ്ടി വിളിച്ചോണ്ട് വാ. പെൺകുഞ്ഞ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ലേ? പോസ്റ്റ്മോർട്ടം നടത്തി കുഞ്ഞിന്റെ നല്ലതും ഡെഡ് ബോഡി കൂടി കൊണ്ടുപോയിരുന്നല്ലോ. വിദ്യ പ്രസവിച്ചിട്ട് ഇത്രയും ദിവസമായില്ലേ? കുഞ്ഞിനെ ഒന്ന് കാണാൻ ആ തള്ള ഇതേവരെ ചെന്നില്ലല്ലോ. ശാന്തേട്ടൻ ചേച്ചി ആ വീട്ടിലേക്ക് എങ്ങാനും കൂട്ടിക്കൊണ്ടു പോയാൽ ആ തള്ള ചേച്ചിയും കുഞ്ഞിനെയും കൊല്ലാക്കൊല ചെയ്യും. നമുക്ക് വിദ്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. പട്ടിണിയാണെങ്കിലും 1-2 മാസം മനസമാധാനമായിട്ട് അവർക്ക് ഇവിടെ കഴിയാമല്ലോ. നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ ആശുപത്രിയിലെ ബില്ല് നമ്മൾ കൊടുക്കണം. അതിനുള്ള വഴിയൊന്നും കാണാതെ ഈശ്വര, വിദ്യയുടെ ആദ്യത്തെ പ്രസവമല്ലേ? എല്ലാ ചെലവും നമ്മൾ തന്നെ നോക്കണം. അതൊന്നും അറിയാഞ്ഞിട്ടാണോ? ഈശ്വര, എന്റെ തയ്യൽ മെഷീൻ വിറ്റ എത്ര രൂപ കിട്ടും? സാരമില്ലമ്മേ, പ്രസവ ചെലവ് കൂടി നോക്കാതെ അങ്ങോട്ട് പറഞ്ഞയച്ച വിദ്യ ആ തള്ള എവിടെ കിടത്തി പൊറപ്പിക്കില്ല. നിനക്ക് ആകെ കൂടിയുള്ള ആശ്രയമല്ലേ മോളെ ആ തയ്യൽ മെഷീൻ? അതും കൂടി അമ്മേ, ആദ്യം വിദ്യയെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കാം. പിന്നെ അമ്മേ, നീ തനിച്ചുള്ള മോളെ? ശ്രീനി വന്നില്ലേ? ഇല്ല. എന്താ മോളെ പ്രശ്നം? വഴക്ക് വല്ലതും? അതാണേലും വേണ്ടില്ലായിരുന്നു. അമ്മയ്ക്കറിയോ, ഞാൻ അവിടെ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ശ്രീനിയോട് പറയുന്നതാ നമുക്ക് വേറെ മാറി താമസിക്കാന്ന്. ശ്രീനി ഇത് കേൾക്കണ്ടേ? എനിക്ക് ആ തള്ളയുടെ കൂടെ താമസിക്കാൻ വയ്യ. പിന്നെ ഞാൻ എന്തുണ്ടായി കൊടുത്താലും ശ്രീനിക്ക് അത് ഇഷ്ടമല്ല. അമ്മ എന്തുണ്ടായി കൊടുത്താലും അമൃത ശമ്പളം കിട്ടിയാൽ അമ്മയുടെ കയ്യിൽ കൊടുക്കും. അത് നീ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കോ? നന്നായി. ആട്ടെ, ആ അമ്മയും മോളും നിന്നോട് എങ്ങനെയാ? അവിടെ അമ്മായിയമ്മ അല്ല എന്നോട് പോരെടുക്കുന്നത്, ശ്രീനിയാ. ചുമ്മാതിരുന്നാ തടി വെക്കുമെന്നും പറഞ്ഞ് എപ്പോഴും എന്നെ കൊണ്ട് എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. എന്റെ മോക്ക് അവിടെ പോയി കിടന്ന് അടിമപ്പണി ചെയ്യേണ്ട ഗതികേടൊന്നുമില്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനേ അവനിങ്ങി വരട്ടെ. ഇങ്ങോട്ടേക്ക് ദേ മോളെ, അച്ഛൻ വന്നിരിക്കുന്നു. വേറെ എങ്ങാണ്ട് പോയപ്പോ വഴിതെറ്റി വന്നതാ. മോള് വാ. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് മോള് പനിനീര് തെളിച്ച് സ്വീകരിച്ചതാ. ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? ഇല്ലെങ്കിൽ ആ ഷർട്ട് ഒരുത്താ, ഞാൻ കഴുകിയിടാം. ഇരിക്കെ, മോനിന്ന് ജോലിക്ക് പോയില്ലേ? ലീവ് എടുത്തു. വിദ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ശാന്തട്ടമ്മ, അകത്തേക്കിരിക്കാം. കുഞ്ഞിന്റെ
നിന്റെ ദേഹത്ത് ഒരു തരി പൊന്നുപോലും ഇല്ലാതെ എങ്ങനെയാ പറഞ്ഞേക്ക? അല്ല ഇതാരാ? വാ വാ അകത്തേക്കിരിക്കാം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ശ്രീനി എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ശ്രീനി ഇതിന്റെയൊക്കെ അർത്ഥം? നീ കുടുംബത്തിൽ പറഞ്ഞവനാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. 2 ആഴ്ചയല്ലേ പ്രസന്ന അങ്ങോട്ട് വന്നിട്ട്. അവള് ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് നീ അന്വേഷിച്ചോ? ആരോടും ചോദിക്കാതെ ഇറങ്ങിപ്പോയതില്ലേ അവള്. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അറിയാം. അവളെ ഇങ്ങോട്ട് അയച്ചതേ അടിമപ്പണി ചെയ്യിക്കാനൊന്നും അല്ല. എന്റെ ഭാര്യ എന്ന് പറയുന്നവള് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ തന്നെ കഴിയണം. കൊച്ചമ്മ ചമഞ്ഞ് ബെഡ്റൂമിൽ കാലുമേ കാലും കയറ്റി ഇരിക്കാനല്ല ഞാൻ അവളെ കെട്ടിക്കൊണ്ടു വന്നത്. അപ്പോഴേ പെണ്ണ് കെട്ടിയെന്ന് കയറി ഭാര്യയോട് മാത്രമല്ല എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ അമ്മയ്ക്കും മോക്കും മറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ അതിവിടെ വിലപ്പോവില്ല. നിന്റെ വാചകമൊന്നും കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. എവിടെ കാര്യത്തിന് എന്താ ഒരു തീരുമാനം? അവക്കിവിടെ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് ഞാൻ തന്നെ അവളോട് ചോദിക്കാം. എന്തു പറയുന്നു? എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ കൂടെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ നിനക്ക്? ഇനി തോന്നുമ്പോ പെട്ടിയെടുത്തിറങ്ങി പോകും നീ. ഇല്ല. നീ അവളെ തല്ലിയതുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്? ഇന്നേ വരെ ഞാൻ എന്റെ മോളെ നുള്ളി നോവിച്ചിട്ടില്ല, അറിയാവോ? ആ അതിന്റെ കുഴപ്പമായി കാണുന്നത്. ആ പെട്ടിയെടുക്ക. നിക്ക് പോണിയത്ത്. ആ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അടി കിട്ടാത്തുള്ള കുഴപ്പമായത്. അനുസരണം എന്താണെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? നല്ല അടി കിട്ടിയാൽ ഏത് പെണ്ണാ ഒതുങ്ങാത്തത്? ആ അമ്മേ ഊണ് കഴിച്ചിട്ടേ പോകാവൂ. അയ്യോ കണ്ണെരിയുന്നു. നാശം പിടിക്കാൻ മര്യാദക്കൊന്ന് കത്തിക്കേ. ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് കൊച്ചിനെയും തള്ളയും കൂടെ കൊണ്ടുവന്ന് ആക്കിയേച്ച് പോയിരിക്കുക. കടുകുമണി പോലത്തെ 2 കമ്മല്. നാണം കെട്ട നാറികള്. എന്താ മോളെ? ഓ ഇനിയിപ്പൊ സൗകര്യമായല്ലോ. കൊച്ചിന്റെ പേരും പറഞ്ഞു നീ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. ഇവിടെ കിടന്നു കരയല്ലേ. ദാ ദാ കണ്ടാ ഞാഞ്ഞൂരോലായിരിക്കുന്നത്. എവിടുന്ന് വരുന്ന ഈ ശബ്ദം വെച്ചേം? ഈ നരകത്തിൽ നിന്നൊന്നും മാറിയാ മതിയായിരുന്നു. ഭാഗം മേടിച്ച് മാറാന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നീ കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കേ. ഞാൻ ചേട്ടനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ മലയൊന്നും മറിക്കണ്ട. ബാക്കിയുള്ളവർക്ക് ചെവിതല ഇട്ട് കിടക്കണം. അയ്യോ കീറാ കീറാ കീറാ. അതിന്റെ അണ്ണാക്രാന്ത് വല്ലതും എടുത്ത് വെച്ചു കൊടുക്ക്. ഇങ്ങനെയുണ്ടോ ഒരു കൂവല്? നാശം. എന്റെ പൊന്നു മോളെ ഒന്ന് കരയാതെ. എന്ത് പാവം ചെയ്തിട്ടാ നീ ഈ നരകത്തിൽ ഒന്ന് ജനിച്ചത്? കരയാതെ മോളെ, കരയാതെ. വേണ്ട വേണ്ട വേണ്ട. അച്ഛനും മോക്കും കളിക്കാൻ കണ്ടൊരു നേരം പാതിരാത്രിയായി. അമ്മയുടെ ഒരു അസൂയ കണ്ടില്ലേ മോളെ? വായി തോന്നിയ പേര് വിളിച്ചാ മതിയോ? മോക്ക് നല്ലൊരു പേരിടണ്ടേ? കുറച്ചുകൂടെ കഴിയട്ടെ, നല്ലൊരു പേരിടാം. എന്തിനാ എന്നെ വിളിച്ചത്? ആ നാളെ തിരുവനന്തപുരം വരെ ഒന്ന് പോണം. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരും. എന്താ പെട്ടെന്ന്? ഇവിടുന്ന് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കാൻ വേണ്ടിയാ. അകലെ എവിടേക്കെങ്കിലും. അവിടെ ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്താൽ മതിയല്ലോ. നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാം. മോനെ ഓടല്ലേ? വാ. വിദ്യ ഇവിടെ അടുത്താണല്ലേ താമസം? അതെ. പ്രശാന്തിന് സുഖമാണോ? ഇതാ എന്റെ വീട്. മോനാ രാജേഷ്.
ദേ ഒന്ന് നിന്നേ. നീ ആ കുറുപ്പിന്റെ മകളല്ലേ? അതെ. യവന് വലിയൊരു വീടവിടെ കിടക്കുമ്പോ കൊച്ചിനെ കൊണ്ട് ഇവിടെ ഒന്ന് താമസിക്കുന്നതിന് ഉദ്ദേശം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവള് പറഞ്ഞിട്ടായിരിക്കും ഇവൻ ഇവിടെ തന്നെ വീടെടുത്ത് താമസിക്കുന്നത്. രണ്ടുപേരും കൂടെ ഒരു കുഴി ചാടി ചാകാതിരുന്നതല്ലേ. ഒന്ന് നിർത്താമോ? ഇവിടെ എന്നെ നാറ്റിക്കണോ? വിദ്യ ഒരു കുടുംബമായിട്ട് ജീവിക്കാണ്. ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം തകർക്കരുത്. ഓ, ഇവനെ അവളെ ചത്താലും വെള്ളുന്ന തോന്നേ. നിങ്ങൾ വാ.